ഇതാണ് കോയമ്പത്തൂരുള്ള ആദിയോഗി സ്റ്റാച്യു. അവിടുത്തെ ലൈറ്റ് ഷോ ആണ് ഈ കാണുന്നത്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോയമ്പത്തൂരുടെ റോഡെല്ലാം അടിപൊളി റോഡാണ്. രണ്ട് സൈഡിലും പൂവൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് നല്ല റോഡ്. നമ്മൾ ടെമ്പോ ട്രാവലിലാണ് പോയത്. ടെമ്പോ ട്രാവലിൽ പോയതുകൊണ്ട് സാധാരണ ട്രെയിനിൻ്റെ ടൈം എവിടെയാണ് ഇറങ്ങേണ്ടതെന്നുള്ള സ്റ്റോപ്പും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. നമ്മളൊരു 5:30 മണിക്കാണ് എത്തിയത്. ഈ കാണുന്നതാണ് ഇഷ യോഗ സെൻറ്ററിൻ്റെ കവാടം. അവിടെ ഉള്ളിലേക്ക് ക്യാമറ കൊടുത്തു വിടില്ല. അവിടെ പുറമേ എല്ലാം വെച്ചിട്ടാണ് നമുക്ക് പോകാൻ കഴിയും. അവിടെ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊന്നും നമുക്ക് പകർത്താൻ കഴിഞ്ഞിട്ടില്ല. ആദ്യം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ കാണുന്നത് ആദിയോഗി സ്റ്റാച്യു ആണ്. അത് 112 അടിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നതാണ് ഇഷ യോഗ സെൻറ്റർ. ഇതിൻ്റെ കുറച്ച് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ആ ഇഷ യോഗ സെൻറ്ററിൽ കാണാനുള്ളത് സൂര്യകുണ്ഡ തീർത്ഥം കുളം, പിന്നെ നാഗക്ഷേത്രം, ധ്യാനലിംഗം, ലിംഗഭൈരവി ക്ഷേത്രവും ചന്ദ്രകുണ്ഡം എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ നല്ല അടിപൊളി പറയേണ്ടത്. കാണാൻ ഇതുവരെ കാണാത്തൊരിതാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. പോകുന്ന വഴിക്ക് നമ്മൾ മലമ്പുഴ ഡാം കാണാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ മലമ്പുഴ ഡാം ഇപ്പോൾ എന്തോ വർക്ക് ചെയ്യുന്നതുകൊണ്ട് 3:30-ക്ക് ശേഷം അവിടെ ആൾക്കാരെല്ലാം കയറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ട് പിന്നെ പാലക്കാട് കോട്ട കണ്ടു. കോട്ടയൊക്കെ പോയിട്ട് കോട്ടയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പിന്നെ കോയമ്പത്തൂരേക്ക് പോകുന്നത്. കോയമ്പത്തൂർ പാലക്കാട് നിന്ന് തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കോയമ്പത്തൂരേക്ക് എത്തുമ്പോൾ അവിടെ ആദിയോഗി ഇൻ്റെടുക്ക് എത്തുമ്പോൾ വൈകുന്നേരം ഒരു 5:30 മണിയായിന്. കാരണം 6 മണി വരെയാണ് അവിടെ ആദിയോഗി ഇഷ സെൻറ്ററിൽ കയറ്റുക. അവിടെ തന്നെ താമസത്തിനുള്ള ഇതും എല്ലാം ഉണ്ട്. അവിടെ ഒരു ഫുഡും കാര്യങ്ങളും താമസിക്കാനുള്ള അത് നമ്മൾ ആദ്യമേ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. എന്നാലേ അവിടെ നമുക്ക് താമസിക്കാനുള്ള ഇതെല്ലാം കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാമറ കയറ്റാൻ കഴിയാത്തത് കൊണ്ട് അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാനില്ല. പിന്നെ അവിടെ യോഗേൻ്റെ ഒരു ഇതൊക്കെ തരുന്നതെല്ലാം ഉണ്ട്. ഇഷ യോഗ സെൻറ്ററിൽ മെഡിറ്റേഷനുള്ളതെല്ലാം ഭയങ്കര ഇതാണ്. കാരണം മെഡിറ്റേഷൻ്റെ ആ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം, നമുക്ക് ആ ഒരു കാറ്റിൻ്റെ ഒരു സൗണ്ട് മാത്രമേ ഇതാവുള്ളൂ. ബാക്കി ഒരു നിശബ്ദമായിട്ടുള്ള ആ ഒരു പ്ലേസ് അത്രയ്ക്ക് നല്ല പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത്. ഈ സ്റ്റാച്യുവിലെ രാത്രി ലൈറ്റ് ഷോ അത് സൂപ്പറാണ്. കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇതിലെ ലൈറ്റ് ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര മനോഹരമായിട്ട് കാണാൻ പറ്റിയ ഒരിതാണ്. കാരണം ആ സ്റ്റാച്യുവിന് ഫുള്ളായിട്ട് ഒരു 15 മിനിറ്റ് ശിവൻ്റെ ആ ഒരു സ്റ്റാച്യുവിൻ്റെ ലൈറ്റ് ഷോ, ലേസർ ലൈറ്റ് ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് അടിപൊളിയാണ്. പോയിട്ട് കാണുക തന്നെ വേണം. ഈ ലൈറ്റ് ഷോ കാണാനും ഇഷ യോഗ സെൻറ്ററിലേക്ക് പോകാനൊന്നും ഇവർ ഒരു ഫീസും ചാർജും നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നൊന്നുമില്ല. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഇതൊക്കെ നടത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ്. ഈ സ്റ്റാച്യുവിൻ്റെ അടിയിൽ തന്നെ ഒരു പൂജേൻ്റെ ഇതുമുണ്ട്. അപ്പോൾ ആ ശിവലിംഗത്തിന് പൂജ ചെയ്യലുണ്ട്. സ്റ്റാച്യുവിൻ്റെ ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ ശിവലിംഗത്തിന് ജലധാര കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇതാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു റെസീറ്റ് മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് ഒരു ഇതിൻ്റെ അകത്ത് ജലം തന്നിട്ട് നമ്മൾ തന്നെ പോയിട്ട് ശിവലിംഗത്തിൻ്റെ മേലിൽ ജലധാര ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അർദ്ധനാരീശ്വരൻ്റെ ഇതായിട്ടുള്ള ലൈറ്റ് ഷോ ആണ്. അത് നല്ല രസമുണ്ട്. ഇങ്ങനെ അർദ്ധനാരീശ്വര രൂപത്തിലുള്ള ഇത്, അതൊക്കെ എത്രയാ കാണാൻ എന്താ ഭംഗിയെന്നറിയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.